ഇപ്പൊ സംഗതി ക്ലിയറായില്ലേ? ഇല്ല. ഞാൻ ഒരുത്തിയെ ആശിച്ചു, അവളെ വേറൊരുത്തൻ കെട്ടി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? സൗകര്യം കാത്തിരുന്ന് കെട്ടിയവനെ തട്ടി. എന്നിട്ട് എന്ത് ചെയ്തു? ആശിച്ചെടുത്ത് വീണ്ടും അടുത്തു. അവൾക്ക് എതിർപ്പില്ല, ശ്രദ്ധിക്കണം, അവളും അടുത്തു. ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കണം? മത്തായി ജ്യേഷ്ഠന് പിടികിട്ടിയോ? ഇല്ല. തന്റെ തലയിൽ എന്തുവാടോ, തേയിലച്ചണ്ടിയാണോ? എടോ, കെട്ടിയവനെ തട്ടിയതിൽ രാധികയ്ക്കും പങ്കുണ്ട്. ശരിയല്ലേ സഹോദര? ഇവളാള് പാഷാണമാണല്ലോ ഉത്തമ. അത് പിന്നെ പതുക്കെ പറയണം. രാധയ്ക്ക് പങ്കില്ലെങ്കിൽ സ്വന്തം ഭർത്താവിനെ കൊന്നവന്റെ നിഴൽ ആ പടിക്ക വീഴാൻ അവള് സമ്മതിക്കുമോ? സമ്മതിക്കുമോ ജ്യേഷ്ഠ? അത് നേരാ. ആ, അങ്ങനെ പറ. കേസ് ഇനി ഒരു പുതിയ വഴിത്തിരിവിലേക്ക് തിരിയാൻ പോവുകയാണ്. ഇനി എന്തൊക്കെ നടക്കുമെന്ന് കണ്ടോ? മേരിക്കുട്ടിയെ, പുട്ടില്ലേ? പുട്ടേ പുറത്ത് സപ്ലൈ ഇല്ല, അകത്ത് വന്നാ തരാം. ഞാൻ പോയി ഒരു കുറ്റി പുട്ടടിച്ചേച്ചോന്ന് ബാക്കി പറയാം. എന്റെ ഭർത്താവിനെ കൊന്ന കേസിലെ പ്രതി പതിവായിട്ട് എന്നെ കാണാൻ ഇവിടെ വന്നുകൊണ്ടിരുന്നാൽ ആളുകൾക്ക് സംശയം തോന്നില്ലേ? ആ കൊലപാതകത്തിൽ എനിക്കും പങ്കുണ്ടെന്ന് ആളുകൾക്ക് അറിയില്ലേ? അതുകൊണ്ട് മേലെ താൻ ഇവിടെ വരരുത്. എന്റെ സ്ത്രീകളെ കൊന്നാ പോരെ, ഇനി ഞങ്ങളെയും കൊല്ലണോ? നീ എന്താ പറഞ്ഞത്? ഞാനാണ് ശ്രീധരനെ കൊന്നതെന്ന് നിനക്ക് കോടതി പറയാമോ? ഒരു പ്രാവശ്യം ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ കുറ്റം സമ്മതിക്കാം, ജയിലിൽ പോവാം, തൂക്കിലേറാം. പറയോടി. എന്താ സംഭവിച്ചെന്ന് പറയൂ. മോഹനേട്ടന്റെ അമ്മയോട് വന്നിരുന്നു. എന്തിനു വന്നു? മോഹനേട്ടൻ ഇവിടെ വന്നുകൊണ്ടിരുന്ന ആളുകൾ അപവാദം പറയും. അത് കേസിന് ദോഷമായിട്ട് വരും. മോഹനേട്ടനെ ശിക്ഷിക്കും. അതുകൊണ്ട് അപ്പൊ ഞാനിവിടെ വരാതിരിക്കാൻ നീ ഒരു തന്ത്രം പ്രയോഗിച്ചാണല്ലേ? അതിന് നീ എന്നെ എത്ര തവണ താനെന്ന് വിളിച്ചു? രാധികേ, ഞാൻ ഇന്ന് ഈശ്വരനിൽ വിശ്വസിക്കുന്നു. തെറ്റിയാത്ത എന്നെ ശിക്ഷിക്കാനിടയില്ല. അഥവാ ശിക്ഷിക്കുന്നെങ്കിൽ ഇതിനു മുമ്പ് പലപ്പോഴായി ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം കൂടിയുള്ള വലിയ ശിക്ഷയാണെന്ന് കരുതി ഞാൻ സമാധാനിക്കും. എന്നാലും ഞാനിവിടെ വരും. നിനക്കൊന്ന് തടയാമോ? ഈ ജീവിതത്തിൽ എനിക്കതിന് കഴിയുമെന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ? അത് മാത്രം എനിക്ക് കേട്ടാ മതി. ഞാൻ അവിടെ ചെന്നിരുന്നെന്ന് രാധിക നിന്നോട് പറഞ്ഞു. ഇല്ലെങ്കിൽ ഞാൻ അറിയോ അമ്മ എന്തിനാ അവിടെ പോയത്? അതിരിക്കട്ടെ, നീ എന്തിനാ അവിടെ പോകുന്നത്? ഞാൻ പോകുന്നത്... പറയടാ, നീ അവിടെ പോകുന്നത് കൊണ്ട് ആളുകൾ എന്തൊക്കെ അപവാദങ്ങൾ പറയുന്നെന്ന് നീ അറിയുന്നുണ്ടോ? എല്ലാം ഞാൻ അറിയുന്നുണ്ടമ്മേ. പോകുന്നത് എന്തിനാണെന്നാ ഞാൻ ചോദിക്കുന്നത്. രാധികയെ എനിക്കിഷ്ടമാണ്, അത് തന്നെ കാര്യം. നിനക്ക് അത്രയേറെ ഇഷ്ടമാണെങ്കിൽ അവളെ അങ്ങ് വിവാഹം കഴിക്കടാ. എന്താ, ഒരിക്കൽ ആലോചിച്ചതല്ലേ? ഇപ്പൊ ഭർത്താവ് മരിച്ചു നിൽക്കുക. ആളുകളെ കൊണ്ട് ഇങ്ങനെ അപവാദം പറയിപ്പിക്കുന്നതിനേക്കാൾ അതാണോ നല്ലത്? അമ്മാവാ, അമ്മാവാ. എന്താ മോഹൻ? എന്റെ അച്ഛൻ, അതായത് അമ്മയുടെ ഭർത്താവ് മരിച്ചുപോയി. അമ്മയുടെ ഏക സഹോദരനായ അമ്മാവൻ ജീവിച്ചിരിക്കുന്നു. അമ്മയ്ക്ക് അമ്മാവനെ വിവാഹം ചെയ്യാൻ കഴിയോ? എന്താ, വിഷമം തോന്നിയോ? അമ്മാവനും അമ്മയും തമ്മിലുള്ള ബന്ധം തന്നെയാണമ്മേ ഞാനും രാധികയും തമ്മിൽ ഇപ്പോഴുള്ളത്. അവൾ എന്റെ സഹോദരിയാണ്. എന്നെ ഒരു തെമ്മാടിയായിട്ട് മാത്രമേ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഞാനൊരു കൊലപാതകയാണെന്ന് എന്നെ പ്രസവിച്ച എന്റെ അമ്മ പോലും ഇന്നും വിശ്വസിക്കുന്നു. പക്ഷെ എന്നെ മനസ്സിലാക്കിയ ഒരാൾ ഈ ലോകത്തുണ്ട്. അതാണ് രാധിക. അവളെ കാണാൻ ഞാൻ പോവും. ആരെന്ത് പറഞ്ഞാലും ഞാൻ പോവും. അയ്യോ പൊന്നാശാനെ, രക്ഷിക്കണം, തട്ടിക്കളയരുത്. ഇവിടെ വാ. നീ നാട്ടിൽ നിന്ന് പോയില്ലേ? അയ്യോ, ഞാൻ എങ്ങോട്ട് പോവാൻ ആശാനെ? സാറയുടെ വീട്ടിൽ ഇപ്പൊ പോവാറില്ലേ? എന്തിന്? ആശാൻ അവിടുന്ന് പോയ പുറകെ അതുങ്ങളെ പോലീസ് തൂത്തുവാരിക്കൊണ്ട് പോയില്ലേ? നീ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ജീവിക്കാൻ ഒരു വഴിയില്ല ആശാനെ, സത്യം പറഞ്ഞാ പട്ടിണിയാ. ഞാൻ നിനക്ക് കുറച്ച് പണം തരാം. എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാമോ? ശരി ആശാനെ,
എങ്കിൽ നീ വീട്ടിലേക്ക് വന്നേക്ക്. ഒന്ന് നിൽക്കണേ. ആശാനെ ദൈവം അനുഗ്രഹിക്കും. എന്റെ ഭഗവാനേ, നിന്തിരുവടി, ഞാൻ വീണ്ടും രക്ഷപ്പെട്ടു. നിന്റെ വിശദീകരണങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട. ഇനി നീ ഇവിടെ താമസിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിന്നെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. ഇന്ന് തന്നെ പോകണം. അച്ഛൻ എന്തായി പറയുന്നത്? ഈ വീടും ഇവിടുത്തെ കൃഷിയും മോന്റെ പഠിത്തമൊക്കെ ഉപേക്ഷിച്ചിട്ട് ഞാൻ പോരാനോ? വീടിന്റെയും കൃഷിയുടെയും കാര്യങ്ങൾ നോക്കാൻ വേണ്ട എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തുകൊള്ളാം. കണ്ണന്റെ പഠിത്തം അവിടെയും നടക്കും. എനിക്ക് അതിനേക്കാളൊക്കെ വലുത് അഭിമാനമാണ്. അതിന് അപമാനത്തിന് ഇവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ. ഇല്ലേ? ശങ്കരനായർ കത്തയച്ചിട്ടാണ് ഞാൻ വന്നത്. ആ കത്തിൽ എന്തെല്ലാം എഴുതിയിരുന്നു എന്ന് എനിക്കറിയാമോ? അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ് അച്ഛാ. തെറ്റിദ്ധാരണയാണ് ഓടി. ആ മോഹൻ ഇവിടെ വരാറില്ലേ? ഉണ്ട്. അവൻ നിന്റെ ഭർത്താവിനെ കൊന്നവനല്ലേ? അത് കേസിന്റെ വിധി കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. അവനെ പോലെ കൊള്ളരുതാത്തവൻ ഈ നാട്ടിലില്ല, നിനക്ക് അറിയാമോ? ശരിയായിരിക്കാം. പക്ഷെ എത്ര കൊള്ളരുതാത്തവെങ്കിലും ഒരു നല്ല വശം കാണും. അത് നമ്മൾ അവഗണിക്കാതെ അംഗീകരിച്ച ആള് തന്നെ ചിലപ്പോൾ നന്നായിന്ന് വരില്ലേ അച്ഛാ? അപ്പോൾ നീ മോഹനെ നന്നാക്കാൻ പോവുകയാണോ? ഏതായാലും നശിപ്പിക്കില്ലെന്നുള്ളത് തീർച്ച. അച്ഛാ, മോഹനേട്ടൻ ഇന്നെന്റെ സഹോദരനാണ്. അച്ഛൻ വിശ്വസ്തലും ഇല്ലെങ്കിലും അതാണ് സത്യം. ചുരുക്കി പറഞ്ഞാൽ നീ ഇവിടുന്ന് വരില്ല. അച്ഛനെ ഇങ്ങോട്ട് വിവാഹം ചെയ്ത് അയച്ചതാണ്. ഭർത്താവില്ലെങ്കിൽ ഇവിടെ കഴിയേണ്ടവളാണ്. കഴിയാനുള്ള കരുത്തും എന്റെ മനസ്സിനുണ്ട്. ഇവിടെ ഞാൻ വരില്ല, തീർച്ച. മോളെ, നിന്നെ ഞാൻ ഇങ്ങോട്ട് അയച്ചത് കല്യാണം കഴിപ്പിച്ചാണ്, ഉപേക്ഷിച്ചല്ല. ഇങ്ങനെയാണെങ്കിൽ ഉപേക്ഷിക്കേണ്ടി വരുമെന്നാണോ അച്ഛന്റെ ഇഷ്ടം? മോളെ, കുഞ്ഞുനാൾ മുതൽ തെറ്റി ശരിയും ചൂണ്ടിക്കാണിച്ചെന്ന് എന്നെ പഠിപ്പിച്ചത് എന്റെ അച്ഛനാണ്. ഞാൻ തെറ്റിയെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? അങ്ങനൊരു സംഭവം ഉണ്ടായ പിന്നെ എന്റെ ശവ അച്ഛൻ കാണും. അച്ഛൻ പോകുന്നു മോളെ, അച്ഛൻ പോകുന്നു. കണ്ണിനെ കാണണ്ടേ? ഇനി വരുമ്പോൾ കാണാം. നെല്ല് എങ്ങോട്ട് കൊണ്ടുവന്നു? അറയിലിടാൻ. ഉഴവ് മുതൽ മെതി വരെ ഞാനാ എല്ലാ ജോലിയും ചെയ്യിച്ച്. അന്നാരെയും കണ്ടില്ലല്ലോ. പാടത്തൊന്ന് വഴക്കുണ്ടാക്കുന്നത് ശരിയില്ലെന്ന് തോന്നിയോണ്ട് വന്നില്ല. ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ്. മേലാലിൽ ഇടപെടരുത്. ഇത് എന്റെ സഹോദരിയുടെയും കുഞ്ഞിന്റെയും കാര്യമാണ്. ആരെതിർത്താലും ഞാൻ ഇടപെടും. സഹോദരി ശ്രീധരനെ കൊല്ലുന്നതിന് മുൻപ് തന്നെ നിങ്ങളും രാധികയും തമ്മിൽ അടുപ്പത്തിലായിരുന്നില്ലേ? ആ അവിഹിത ബന്ധം അറിയാതിരിക്കാൻ വേണ്ടി രാധികയുടെ പ്രേരണ കൊണ്ടല്ലേ നിങ്ങൾ ശ്രീധരനെ കൊന്നത്? എന്താ ഇനി രാധികയെ പറ്റി തെറ്റായ ഒരു വാക്ക് പറഞ്ഞ കൊന്നോളെ ഞാൻ. കാര്യങ്ങൾ അത്രത്തോളം എത്തിയോ? അവളെ തന്ന എന്ന് പറഞ്ഞിട്ട് അവള് കേട്ടില്ല. അവർക്ക് രണ്ട് കൊടുത്താലും വേണ്ടിയില്ല. നിങ്ങൾക്ക് അവളെ നിലയ്ക്ക് നിർത്തോ? ഇല്ലെങ്കിൽ ഇനി കൊലപാതകം നടക്കും. ഇന്ന് രണ്ടിലൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യം. പറ നീ. അവൻ എരപ്പാളിയാണടി. ഇക്കാര്യത്തിൽ ആരും എന്നെ ഉപദേശിക്കണ്ട. എങ്കിൽ ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല. ഇതെന്റെ വീടാണ്. എന്റെ കുഞ്ഞിനെ അവകാശപ്പെട്ട അവന്റെ അച്ഛന്റെ വീട്. എടാ വേണു, കൊച്ചിനെ കാര്യം അവൻ എന്റെ അനന്തരവന്റെ മകനാടി. പടകെട്ട് നീ അവനെ വളർത്തിയാൽ അവനും പഴച്ചു പോകും. എടാ കുഞ്ഞിനെടുക്കാൻ.